ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചാനലിലൂടെ പ്രതിപാദിച്ചു വരുന്നത്. ഇന്ന് വേഴമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ചാനലിലൂടെ സംസാരിക്കണേ. വേഴമാറ്റം വളരെ പ്രകൃതിയിൽ തന്നെ വളരെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് വേഴത്തിൻ്റെ മാറ്റം. വേഴം എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹമാണ്. അതാത് സമയത്തെ സാമ്പത്തിക പുരോഗതിയെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ശരിക്കും വേഴം. നമ്മളൊരു ജാതകം തന്നെ ഗണിച്ച് എഴുതുമ്പോൾ വേഴത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കും. വേഴം അനുകൂലപ്രദമാണോ എന്ന് ആദ്യം മനസ്സിലാക്കും. വേഴം അനുകൂലപ്രദമാണെങ്കിൽ ആ ജാതകന് വളരെ കഷ്ടത അനുഭവിക്കേണ്ടി വരത്തില്ല. കാരണം വേഴം സ്ട്രോങ് ആണെങ്കിൽ. അതുപോലെ പ്രകൃതിയിലെ വേഴത്തിൻ്റെ മാറ്റം സാരമായി ഓരോ ആൾക്കാരെ ഗുണമായിട്ടും ദോഷമായിട്ടും ബാധിക്കും. 12 വർഷം വേഴം രാശിചക്രം പൂർത്തിയാക്കാനെടുക്കും. ഓരോ രാശിയിൽ ഓരോ വർഷം വീതം 12 രാശിയും പാസ് ചെയ്ത് പോകുന്നതാണ് ഒരു വേഴവട്ടം, 12 വർഷക്കാലം. ഇന്ന് വേഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നത് മേടൻ രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് വേഴഭഗവാൻ പ്രവേശിക്കുകയാണ്. 1199 ആണ്ട് മേടമാസം 18-ാം തീയതി 2024 മെയ് മാസം 1-ാം തീയതി വേഴം ഇടവത്തിലേക്ക് പ്രവേശിക്കും. 2025 മെയ് മാസം 15-ാം തീയതി വരെ ഇടവൻ രാശിയിൽ സ്ഥിതി കൊള്ളും, നിലനിൽക്കും. ഇത് ഓരോ രാശിക്കാരെ വേഴത്തിൻ്റെ ഈ മാറ്റം എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് മീനൻ രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. മീനൻ രാശികളിൽ അവസാനത്തെ രാശിയാണ്. മീനൻ രാശിക്കാർ വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി, ഈ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് വേഴം സഞ്ചരിച്ചെത്തുന്നത് 3-ലേക്കാണ്. 3 എന്ന് പറയുന്ന നല്ല സ്ഥാനത്തേക്കല്ല. 3-ലേക്ക് വേഴം വരുന്നത് വളരെ സൂക്ഷിക്കണം. പലതരത്തിൽ മാനസിക ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ സഹോദര സൗഖ്യം കുറയും. സഹോദരങ്ങളെ കൊണ്ടോ സഹോദര തുല്യരായവരെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ മനോവിഷമം അനുഭവിക്കും. ഇപ്പോൾ വളരെ സ്നേഹിച്ച് നിൽക്കുന്നവരെ കൊണ്ട് മനപ്രയാസം ഉണ്ടാവും. ഈവൻ സഹോദരങ്ങൾ വരെ ശത്രുക്കളായി മാറുന്ന സമയമാണ് 3-ൽ വേഴം നിൽക്കുന്ന സമയം. ഇപ്പോൾ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കണം. ഓരോ സുഹൃത്ത് വലയത്തിലായാലും ശരി, അതുപോലെ കൂടപ്പിറപ്പിലൂടെ ആയാലും ശരി, ബന്ധുക്കളുടെ ആയാലും ശരി, സഹകരിക്കുന്നിടത്ത് വളരെ സംയമനം പാലിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവിടെ വച്ച് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, മനപ്രയാസത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്യും. അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും വളരെ സൂക്ഷിക്കണം. 3-ൽ വേഴം നിന്നാൽ മുടിഞ്ഞു പോകുമെന്നാണ്. അപ്പോൾ നമുക്ക് മുടിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലതും നശിച്ചു പോവുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ ഈ സമയത്ത് വളരെ സംയമനം പാലിക്കണം, സൂക്ഷിച്ചായിരിക്കണം മുന്നോട്ട് പോവേണ്ടത്. സാമ്പത്തികമായി ശ്രദ്ധിക്കണം,
ശാരീരികമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതേപോലെ വളരെ സഹകരിക്കുന്ന ബന്ധുമിത്രാദികളുടെ ഇവൻ കൂടപ്പിറപ്പിൻ്റെ വരെ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം പെരുമാറേണ്ടത്. അല്ലെങ്കിൽ അകാരണമായി അവരെല്ലാം ശത്രുപക്ഷത്തേക്ക് തിരിയുകയും നമുക്ക് പലതരത്തിൽ വിഷമങ്ങളെ പ്രദാനം ചെയ്ത് തരികയും ചെയ്യും. ഇത് നമ്മളുടെ ജാതകപ്രകാരം ഈ രാശിക്കാർക്കുള്ള ദോഷഭാവമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ് ഈ ഓരോ ഗ്രഹത്തിൻ്റെ മാറ്റം. അപ്പോൾ ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ദൈവാധീനം കൂട്ടി ദോഷത്തിൽ നിന്ന് നമ്മൾ അതിജീവിച്ച് പോകണം. ദൈവാധീനം കൂട്ടുകയാണ് ഇതിനുള്ള പ്രതിവിധി. നമ്മൾ ശ്രദ്ധിക്കുന്ന പകുതി താൻ പാതി ദൈവം പാതി. പകുതി നമ്മൾ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. പകുതി ആവിട്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങൾ നീക്കുന്നതിനൊപ്പം തന്നെ ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കണം. വിഷ്ണു ഭഗവാനെ ഭജിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അതുപോലെ നിങ്ങളും ഒരു മഹാസുദർശന യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതുപോലെ ഈ രാശിക്കാർക്ക് 7 ശനിയുടെ ശക്തമായ ഭാവത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖണ്ഡശനി നടക്കുകയാണ്. തലച്ചോറിലേക്ക് തലയിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ജന്മശനി നെഞ്ചിലേക്കാണെങ്കിൽ ഇത് തലയിൽ തന്നെ അത്രയ്ക്ക് ടെൻഷൻ തരുന്ന സമയമാണ്. അപ്പോൾ ശനീശ്വരനെയും കൂടി പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പോൾ കുറച്ച് സൂക്ഷ്മതയോട് പോകണം. അതുപോലെ തന്നെ വിഷ്ണു മന്ത്രം ജപിക്കണം. വിഷ്ണുവിനെ എത്രത്തോളം പ്രാർത്ഥിക്കാമോ വിഷ്ണു ക്ഷേത്രത്തിലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. വിഷ്ണു മന്ത്രം ജപിക്കണം. വിഷ്ണു മന്ത്രം എന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പം വിഷ്ണു മന്ത്രങ്ങൾ വിഷ്ണു സഹസ്രനാമം തൊട്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ അല്ല, നമുക്ക് രാമായണം, ഭാഗവതം ഒക്കെ വായിച്ചാലും വിഷ്ണുവിൻ്റെ പ്രീതി ഉണ്ടാവും. പക്ഷേ ഏറ്റവും എളുപ്പം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനും എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും പറ്റുന്ന ഒന്നാണ് ഷോഡശ മഹാമന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. അത് എത്രത്തോളം ജപിക്കാമോ അത്രയും നിങ്ങളെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രയും ദുരിതം ഒഴിഞ്ഞു കിട്ടും, അത്രയും തടസ്സം മാറും, അത്രയും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും, അത്രയും രോഗശമനം ഉണ്ടാവും. ഇതിനെല്ലാം സഹായിക്കുന്ന ഒന്നാണ് ഷോഡശ മഹാമന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. അത് പ്രാർത്ഥിച്ചൊള്ളുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് കഷ്ടത അനുഭവിക്കുന്നവർക്കും കൂടി അത് ഉപയോഗപ്രദമായി തീരട്ടെ. അവരും കൂടി ഇത് നോക്കി അവർ ആ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകുമെങ്കിൽ അത് ഗുണപ്രദമായി തീരും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ കുറേ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിത്യജ്യോതിഷം, ഓരോ ദിവസത്തെ ഫലം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 6 മണി സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയാണ്. കാരണം ഇത് നോക്കി ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതാത് ദിവസങ്ങളിൽ തന്നെ നമ്മൾ പലതിലും പെടാതെ സംരക്ഷിച്ച് പോകാൻ സാധിക്കും. അതുപോലെ യൂട്യൂബിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ആ ലൈവും നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന സ്ഥാപനം ഞങ്ങൾ നടത്തുന്നുണ്ട്. കാരണം വിദേശ മലയാളികൾക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് സൗകര്യാർത്ഥം. അതുപോലെ തന്നെ അവിടെയുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാള ചാനലായ NTV ചാനലിൽ എല്ലാ ഞായറാഴ്ചയും 12 മണി മുതൽ 1 മണി വരെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം അത്ര കണ്ട് അനുകൂലപ്രദമല്ല മീനൻ രാശിക്കാർക്ക്. നിങ്ങൾ പ്രാർത്ഥന നിരതരായിരിക്കുന്നതിനൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം അല്ലെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനും
അത് അനുഭവിക്കാനിടവരും. അപ്പോൾ എല്ലാ മീനരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.